ഹലോ കുട്ടികളെ, എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കെല്ലാം +1 പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ആദ്യത്തെ ഈ +2ലെ കുറച്ച് ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ്, വൈദ്യുതിനെ കുറിച്ചാണ്. ഓക്കെ, വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിനോമിനൻ ആണ്. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങും, വൈദ്യുതി ഉള്ളതുകൊണ്ടാണ്. സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തും, വൈദ്യുതി ഉള്ളതുകൊണ്ടാണ്. സോ അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നു, ഓക്കെ, സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അനങ്ങുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന വൈദ്യുതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം തന്നെ ഈ ഹെഡിങ് തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. അപ്പോൾ ചാർജസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതിരിക്കും. ഓക്കെ, സോ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റിലും എല്ലാ ആറ്റത്തിലും പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ആദ്യം ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഇല്ല. പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് സാധനങ്ങൾ ന്യൂക്ലിയസിന്റെ അകത്താണുള്ളത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്, അത് ന്യൂക്ലിയസിന് വെളിയിലാണുള്ളത്. ഓക്കെ, സോ എത്ര ഇലക്ട്രോൺസ് ആണോ ഒരു ആറ്റത്തിൽ ഉണ്ടാവേണ്ടത്, ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവേണ്ടത്, ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനേക്കാൾ കൂടുതലോ കുറവോ ഒരു ഒബ്ജക്റ്റിൽ ഇലക്ട്രോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ ചാർജ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, വേറൊരു രീതിയിൽ ഇത് പറയാം, ഏതൊരു അവസ്ഥയിലാണോ എന്തുണ്ടാവുന്നത് കാരണമാണോ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫിനോമിനൻ കാണിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നെ പഠിക്കുന്നതായിരിക്കും. സോ എന്തുണ്ടാകുമ്പോഴാണോ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്നത് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് ആൻ ഒബ്ജക്റ്റ് പ്രൊഡ്യൂസസ് ഓർ എക്സ്പീരിയൻസസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എന്തുണ്ടാകുമ്പോഴാണോ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ചാർജ് എന്ന് വിളിക്കും. മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇലക്ട്രോൺസ് സർപ്ലസ് ആയാലോ അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയാലോ അതിനെയും നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് വിളിക്കും. ഒരു ഒബ്ജക്റ്റിൽ 5 ഇലക്ട്രോണാണ് ഉണ്ടാവേണ്ടത്, അവിടെ 6 ഇലക്ട്രോണോ അല്ലെങ്കിൽ 4 ഇലക്ട്രോണോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ട് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ് മുതൽ ഇത് പഠിക്കുന്നതാണ്. അപ്പൊ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നു. ഈ ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, നമ്മൾ വേർതിരിക്കുന്നു. ആ വേർതിരിക്കുന്നതിന് നമ്മൾ പൊളാരിറ്റി എന്ന് പറയും. അപ്പോൾ ചാർജസ് 2 ടൈപ്പിലുണ്ട്. ആദ്യത്തെ ടൈപ്പ് പോസിറ്റീവ്, രണ്ടാമത്തെ ടൈപ്പ് നെഗറ്റീവ്. നിങ്ങൾ ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സൈഡ് പോസിറ്റീവ് ആയിരിക്കും, ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ 2 ടൈപ്പിനെ നമ്മൾ പൊളാരിറ്റി എന്ന് പറയും. സോ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ദ ടൈപ്പ് ഓഫ് ചാർജസ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്, ആ പറയുന്നതിനെ നമ്മൾ പൊളാരിറ്റി എന്ന് പറയും. ഓക്കെ, എപ്പോഴും ഓർക്കുക, പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യന്റ് ഇലക്ട്രോൺസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ എത്ര ഇലക്ട്രോൺ ആണോ ഉണ്ടാവേണ്ടത് ആ ഇലക്ട്രോണിനേക്കാൾ കുറയുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ എപ്പോഴും നെഗറ്റീവ് ആണ്. ഇപ്പൊ 5 ഇലക്ട്രോൺ ഉണ്ടാവേണ്ട ഒരു സ്ഥലത്ത് 5 ആയിരുന്നു, അതിന്റെ -5 ആണ് അതിന്റെ ചാർജ്. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -4 ആയി. ഓക്കെ, അപ്പോ -5 നിന്നും 1 കൂടി. ഓക്കെ, സോ ദർ ഇസ് എ പോസിറ്റീവ് ചാർജ്. സോ എപ്പോഴാണോ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒബ്ജക്റ്റിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ആൻഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ സർപ്ലസ് ഇലക്ട്രോൺസ്, സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുന്നു. ഓക്കെ, എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാവേണ്ടത് ആ ഉണ്ടാവേണ്ട ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് അതിന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് 5 കാര്യങ്ങൾ പറയണം. ആദ്യം ഡെഫിനിഷൻ പറയണം, ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ എക്സ്പ്രഷൻ പറയണം, ദെൻ യൂണിറ്റ് പറയണം, ദെൻ ഡയമെൻഷൻ പറയണം, ആൻഡ് ഫൈനലി അത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്നുള്ള കാര്യം പറയണം. ഈ 5 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ഇതിന് എക്സ്പ്രഷൻ ഇപ്പോൾ നമ്മൾ പഠിക്കത്തില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ചാർജിന്റെ എക്സ്പ്രഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ പിന്നെ നോക്കുന്നതായിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യൂണിറ്റ് ആണ്. സോ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കൂളം ആയിരിക്കും. ഓക്കെ, കൂളം എപ്പോഴും സ്പെല്ലിംഗ് കൊടുക്കുക, COULOMB. നമ്മളൊരു ക്യാപിറ്റൽ C കൊണ്ടാണ് ഈ കൂളമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് കൂളം. ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് AT ആണ്. A എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ ആണ്.
ടി എന്ന് പറയുന്ന ടൈമിന്റെ ഡയമെൻഷനാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഡയമെൻഷൻ വന്നു എന്നുള്ളതും എങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്നുള്ളതും നമ്മൾ ഈ ചാപ്റ്ററിൽ പിന്നെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എ ടി ആണ് ചാർജിന്റെ ഡയമെൻഷൻ. ഫൈനലി ഇത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും സ്കേലർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിൽ നിന്നും ഞാൻ ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാലും ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാലും ഈ ഓബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഏത് ഡയറക്ഷനിൽ ഇത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവത്തുള്ളൂ. അതേപോലെ ഏത് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലും ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ഡയറക്ഷൻ ഇലക്ട്രോൺസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ ഓബ്ജക്റ്റിന് ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ചാർജസ് പഠിക്കുമ്പോൾ മാഗ്നറ്റിന് നമുക്ക് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ചാർജിന്റെ പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾക്ക് മാഗ്നറ്റ് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ എന്റെ കയ്യിൽ ഇപ്പോൾ 2 മാഗ്നറ്റ്സ് ഉണ്ട് ലെറ്റ്സ് സേ. അപ്പൊ ആ 2 മാഗ്നറ്റ്സിൽ 2 നോർത്ത് പോളിനെ ഞാൻ അടുത്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇത് അടുത്ത് വരത്തില്ല, അല്ലെങ്കിൽ ഇത് റിപ്പൽ ചെയ്യും അല്ലെ. സോ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ എന്ന് മാഗ്നറ്റ്സിൽ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 2 നോർത്ത് പോൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2 സൗത്ത് പോൾ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഇത് റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ ചാർജസിലും ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, സോ 2 പോസിറ്റീവ് ചാർജ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ഒരു റിപ്പൽഷൻ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ 2 അൺലൈക്ക് ചാർജസ് ആണ് അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് അവ തമ്മിൽ അട്രാക്ട് ചെയ്യും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ് അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സോ ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, നെക്സ്റ്റ്, ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. 2 മാർക്കിന് ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താ ചാർജ് എന്നും വാട്ട് ഇസ് ദ apparatus യൂസ്ഡ് ടു ഡിറ്റക്ട് ചാർജസ്. സോ ഡിറ്റക്ട് ആണ് ഞാൻ പറയുന്ന, ശ്രദ്ധിച്ച് കേൾക്കുക. എപ്പോഴും ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമേ ഈ അപ്പാരറ്റസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ചാർജ് ഉണ്ടെന്നോ അതിനെ മെഷർ ചെയ്യാനോ ഈ അപ്പാരറ്റസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an apparatus used to detect charges. ഓക്കെ, മെഷർ അല്ല, ഡിറ്റക്ട് ആണ്. എത്രയാണെന്ന് അളക്കാൻ കഴിയില്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒന്ന് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്, രണ്ടാമത് സിമ്പിൾ ഇലക്ട്രോസ്കോപ്പ്. സോ ഈ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2 ലീഫ് ഉണ്ടാവും. ലെറ്റ്സ് സേ എന്റെ 2 ഹാൻഡ്സും 2 ലീഫാണെന്ന് വെക്കുക. 2 ലീഫ് ഇങ്ങനെ ഉണ്ടാവും. സോ ഈ ലീഫിൽ ഒരാൾ ചാർജ് ആയ ഒരു ഓബ്ജക്ട്, ഈ ഓബ്ജക്റ്റിലാണ് എനിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാരറ്റസിനെ എടുത്തിട്ട് ഈ ലീഫിൽ ഈ ഓബ്ജക്റ്റിനെ കൊണ്ടുവന്ന് കൊള്ളിക്കും, മുട്ടിക്കും. ഓക്കെ, സോ വൺസ് തൊടുമ്പോൾ ഈ ഓബ്ജക്റ്റ് ഈ ലീഫിനെ തൊടുമ്പോൾ ഈ ഓബ്ജക്റ്റിലുള്ള ചാർജ് ഈ ലീഫിലോട്ട് വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ ഈ അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്? ഈ അപ്പാരറ്റസിൽ എപ്പോഴും ഉണ്ടാവുന്ന 2 ലീഫ് ഉണ്ടാവും. ഓക്കെ, എന്റെ 2 കൈകളാണ് 2 ലീഫ് എന്ന് വിചാരിക്കാം. അപ്പൊ ആ 2 ലീഫും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എങ്ങനെ വെച്ചേക്കും, ഒരു പുസ്തകം പോലെ. ഓക്കെ, ഇങ്ങനെ വെച്ചേക്കും. സോ ഏത് ഓബ്ജക്റ്റ് ആണോ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യേണ്ടത് അതിനെ ഈ ലീഫിൽ കൊണ്ടുവന്ന് തൊടുമ്പോൾ ഈ ഓബ്ജക്റ്റിലുള്ള ചാർജ് ഈ ലീഫിലോട്ട് ട്രാൻസ്ഫർ ആവും. വൺസ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഇതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് ഈ 2 ലീഫിനും ഈക്വലായി വീതിച്ച് കിട്ടും. ഓക്കെ, 10 ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ആണ് ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 5 ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി, ഇവിടെ 5 ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടും പോസിറ്റീവ് ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ചത്. അപ്പൊ ഇത് രണ്ടും റിപ്പൽ ചെയ്യും. ഇവിടെ മുകളിൽ ഇത് ഒന്നിച്ച് വെച്ചേക്കാണ്, അപ്പം താഴെ ഇങ്ങനെ ഇത് റിപ്പൽ ചെയ്ത് വിടർന്ന് ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഓബ്ജക്റ്റ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ 10 കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോൾ 5 ഇലക്ട്രോൺ ഇപ്പുറത്ത് പോകും, 5 ഇലക്ട്രോൺ ഇപ്പുറത്ത് വരും. അപ്പോൾ അങ്ങനെ ഇരുന്നത് 2 സൈഡിലും നെഗറ്റീവായി. സോ ഇത് റിപ്പൽ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വെച്ച് ആ 2 ലീഫ്, ഞാൻ ഈ കാണിച്ച 2 ലീഫ് വെറുതെ പേപ്പർ വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ സിമ്പിൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. ആ 2 ലീഫിനെയും ഗോൾഡ് ലീഫ് വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നതായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ചാർജ് എന്താണെന്ന്. ഓക്കെ, സോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളി അല്ല, ഒരു ചാർജിന് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, സോ പോയിന്റ് ചാർജസ് ആർ ദോസ് ചാർജസ് വേർ ദ സൈസ് ഈസ് നെഗ്ലിജിബിൾ ടു ദ ചാർജ്. ആ ഒബ്ജക്റ്റിന്റെ സൈസ്, ഇപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ സൈസ് ഭയങ്കര കുഞ്ഞും ഇതിലുള്ള ചാർജ് ഭയങ്കര കൂടുതലുമാകുമ്പോൾ അതിന് ഞാനൊരു
പോയിന്റ് ചാർജ് എന്ന് പറയും. ഈ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഫിസിക്സ് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ഒബ്ജക്റ്റിലാണോ ചാർജ് ഉള്ളത് ആ ഒബ്ജക്റ്റിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ അസംഷൻസ് ഉണ്ടാക്കുമ്പോൾ പോയിന്റ് ചാർജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ദി ഒബ്ജക്ട് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ചാർജ്. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇലക്ട്രോണിന്റെ ചാർജിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ഈ യൂണിവേഴ്സിലുള്ള ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ചാർജ് ഇല്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസിനെ വെച്ച് വേണം നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് കുറവാണുള്ളതെങ്കിൽ പോസിറ്റീവ് ചാർജ്. സോ എപ്പോഴും ഇലക്ട്രോൺസിനെ വെച്ചാണ് നമ്മൾ ചാർജിനെ അളക്കുന്നത്, ശരിയല്ല? അപ്പോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബേസിക് ചാർജ് എലമെന്റ് ആണ്. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റിലും ഏറ്റവും കുഞ്ഞു ചാർജ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആയിരിക്കണം. ഓക്കെ, സോ ഇലക്ട്രോൺസ് ആർ ദി സ്മോളസ്റ്റ് ചാർജസ് പോസിബിൾ ഇൻ ദി യൂണിവേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ബേസിക് ചാർജ് പോസിബിൾ ഇൻ ദ യൂണിവേഴ്സ്. സോ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞു ചാർജാണ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോൺ നമ്മൾ എപ്പോഴും സ്മോൾ ഇ ലെറ്റർ കൊണ്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളംസ്. നേരത്തെ ഞാൻ പറഞ്ഞു കൂളം സി ആണ് ചാർജസിന്റെ SI യൂണിറ്റ്. സോ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ഈക്വൽ ടു 1.6 into 10⁻⁻19 കൂളംസ് ആണ് അതിന്റെ ചാർജ്. സോ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ചാർജ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ അത് സപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് 1.6 into 10⁻⁻19 ചാർജ് കിട്ടിക്കഴിഞ്ഞു. 2 ഇലക്ട്രോൺ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 1.6 into 10⁻⁻19 കിട്ടി. 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3 into 1.6 into 10⁻⁻19 ചാർജ് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ഇലക്ട്രോൺ വെച്ചാണ് നമ്മൾ ബേസിക് ചാർജിനെ നമ്മൾ എപ്പോഴും പറയുന്നത്. ഓക്കെ, സോ electrons are the smallest charge possible and the value of one electron charge equal to 1.6 into 10⁻⁻19 കൂളർ. ഓക്കെ, ഇനി പലപ്പോഴും എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ചാർജസ്. നമ്മൾ നേരത്തെ കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് ചാർജും ഇതേപോലെ സിമിലർ ആണ്. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? എനർജി ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്, ബട്ട് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു അനദർ ഫോം. കൈനറ്റിക് എനർജി ഉണ്ട്, എനിക്കതിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാം എന്നല്ലാതെ ആ കൈനറ്റിക് എനർജിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയതായി കുറച്ച് കൈനറ്റിക് എനർജി ഉണ്ടാക്കാനോ ഒരിക്കലും പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ചാർജസിന്റെ കൺസർവേഷൻ. ചാർജസ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്ഡ്. ഓക്കെ, സോ ഒരു ഒബ്ജക്റ്റിൽ നിന്നും വേറൊരു ഒബ്ജക്റ്റിലോട്ട് ഈ ചാർജിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നല്ലാതെ ചാർജസിനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സോ ഫസ്റ്റ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ചാർജസ്. And what does it say? It says that charges can be neither created nor destroyed. Okay, but it can be transferred from one object to another object. Adana conservation of charge. Second one is additive property. Additive property ide explanation parayanennundengil the total amount of charge in a system will be equal to the sum of the individual charges. Adinu example parayanennundengil ipo njan parayana oru valiya system enikkundu. Okay, ഇതിൽ എ എന്ന് പറഞ്ഞൊരു ബോഡി, ബി എന്ന് പറഞ്ഞൊരു ബോഡി, സി എന്ന് പറഞ്ഞൊരു ബോഡി. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ 3 ബോഡീസ് ഉണ്ട്. ഓക്കെ, എന് 3 ഇലക്ട്രോൺ ചാർജ് ഉണ്ട്. ഓക്കെ, ബിന് 5 ഇലക്ട്രോൺ ചാർജ് ഉണ്ട്, സിന് 8 ഇലക്ട്രോൺ ചാർജ്. ഓക്കെ, ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഒരു ബോഡിക്കകത്ത്, ഒരു സിസ്റ്റത്തിനകത്ത് 3 ബോഡീസ് ഉണ്ട്. ആ ബോഡീസിൽ ആദ്യത്തെ ബോഡിക്ക് 3 ഇലക്ട്രോൺ, രണ്ടാമത്തെ ബോഡിക്ക് 5 ഇലക്ട്രോൺ, മൂന്നാമത്തെ ബോഡിക്ക് ഇലക്ട്രോൺ. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് വെറുതെ ആഡ് ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 3 + 5 + 8 which is 16. സോ ഈ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is an algebraic sum of individual charges. സോ ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എല്ലാം 3 ഇലക്ട്രോൺസ് പറയുമ്പോൾ നെഗറ്റീവ് ആണ്,
ലെറ്റ്സ് സേ ഒരെണ്ണത്തിന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ -3 + 5 -8, ഓക്കെ, വിച്ച് ഇസ് -6. ഓക്കെ, സോ എങ്ങനെയാണ് എന്താണോ അതിന്റെ ഡയറക്ഷൻ, ആ ഡയറക്ഷനും കൺസിഡർ ചെയ്ത് ആൽജിബ്രായിക് ആയിട്ട് സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ സിസ്റ്റത്തിന്റെ ചാർജ് എത്രയാണ് എന്നുള്ളത് കിട്ടും. ദാറ്റ് ഇസ് കോൾഡ് ആഡിറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിസേഷൻ. ക്വാണ്ടിസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, റൈറ്റ്? ഇലക്ട്രോൺസ് ആർ ദി സ്മോളസ്റ്റ് ചാർജ് പോസിബിൾ. അപ്പോ ക്വാണ്ടിസേഷൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആവും എന്നാണ്. ഓക്കെ, ഞാൻ ഈ എക്സ്പ്ലനേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പ്ലനേഷൻസ് എഴുതിയെടുക്കുക. ബിക്കോസ് ഈ എക്സ്പ്ലനേഷൻസ് എക്സാക്ട്ലി എക്സാമിന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് എടുക്കുള്ളൂ. സോ കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ ചാർജസ് ക്യാൻ ബി നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. Additive property എന്ന് പറയുമ്പോൾ the total charge in a system is equal to the sum of the individual algebraic sum of the individual charges in that system. Okay, third one is quantization. Quantization പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ the total charge in a body is always an integral multiple of the charge of a single electron. ഇതിനൊരു ചെറിയൊരു എക്സ്പ്രഷൻ ഉണ്ട്, Q equal to NE എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, ഞാൻ നേരത്തെ പറഞ്ഞു ലെറ്റ്സ് സേ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ 3 ബോഡി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ എ എന്ന് പറഞ്ഞ ബോഡി ഞാൻ എടുക്കുവാണ്, അതിൽ എത്രയാ ചാർജ് പറഞ്ഞു? 3 ഇലക്ട്രോൺ. ഓക്കെ, സോ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഇലക്ട്രോണിന്റെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫ്രാക്ഷൻ ഒന്നും വരാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ഓബ്ജക്റ്റിൽ 2.5 ഇലക്ട്രോൺ ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, സോ ഇറ്റ് ഇസ് ആൻ ഇന്റിജർ. ഓക്കെ, എപ്പോഴും ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ്. ഓക്കെ, ടോട്ടൽ ചാർജ് നമ്മൾ എപ്പോഴും സ്മോൾ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ കൊണ്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ Q ഈക്വൽ ടു N ഇൻറ്റു E. N എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ ആയിരിക്കും. സോ ഫ്രാക്ഷൻ ആവാൻ അതിന് പറ്റത്തില്ല. ഓക്കെ, സോ ഒരു ഇന്റിജറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ ടോട്ടൽ ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫറബിൾ ചാർജസ് ആർ ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലോട്ട് ചാർജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ 2 ലീഫ് ഉണ്ട്, ഒരു ബോഡി കൊണ്ടുവന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ബോഡിയിൽ ചാർജ് ഉണ്ടെങ്കിൽ അത് ലീഫിലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ദാറ്റ് ഇസ് ട്രാൻസ്ഫറബിലിറ്റി. സോ ഒരു ബോഡിയിൽ നിന്നും ചാർജിന് മറ്റൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്? 4 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജസ്, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി, തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്വാണ്ടിസേഷൻ, ആൻഡ് ഫൈനൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി. ഓക്കെ, സോ നമ്മൾ ഓവറോൾ ചാർജസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞു.